നമ്മുടെ ഈ വേദിയിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഷൂട്ടിങ്ങിലായിട്ടുള്ള നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്ന ചില താരങ്ങളുണ്ട്. ശ്രീ ഇന്ദ്രൻ ചേട്ടനടക്കം, അല്ലെങ്കിൽ ജാഫർ ഇടുക്കി അടക്കം, അല്ലെങ്കിൽ ഷാജോൺ ചേട്ടനടക്കം വരുന്ന ആളുകൾ ഇതിൻ്റെ ഭാഗമാവുന്നുണ്ട്. അവരൊക്കെ ഷൂട്ടിങ്ങിലും മറ്റു പരിപാടികളിലായതുകൊണ്ടാണ് എത്തിപ്പെടാൻ സാധിക്കാഞ്ഞത്. സിനിമാ താരങ്ങൾ എന്ന സിനിമയുടെ പൂജാകർമ്മം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അല്പസമയം പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ സിനിമയുടെ വൻ വിജയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അടുത്ത ദിവസങ്ങളിലെ ഒരു ഡിസ്കഷനിൽ ഞാൻ കേട്ട കാര്യമുണ്ട്. ഇന്ന് പൂർണ്ണമായി ഒരു സിനിമ നിർമ്മിച്ച് തിയേറ്ററിലെത്തിക്കാൻ കഴിവുള്ള ഒരു നിർമ്മാതാവിനെ സിനിമ എടുക്കാൻ കഴിയും. പണ്ടങ്ങനെ ആയിരുന്നില്ല. സാറ്റലൈറ്റ് ബിസിനസ്, OTT, അങ്ങനെ മുൻകൂർ ബിസിനസ്സുകൾ നടക്കും. കുറച്ച് പൈസ മുടക്കുക, ബാക്കി ചെയ്യുക. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. എന്നാൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കേട്ടത്, ഒരു സിനിമ നിർമ്മിച്ച് പൂർത്തിയാക്കി തിയേറ്ററിലെത്തിച്ചാൽ മാത്രം പോരാ, തിയേറ്ററിലേക്ക് ആദ്യത്തെ 3 ദിവസം ആളെ കയറ്റാനുള്ള 1 കോടി രൂപയെങ്കിലും മിനിമം കയ്യിൽ കരുതി വെച്ച് വേണം സിനിമ ചെയ്യാൻ. അതെന്നെ ഞെട്ടിച്ചു, മറ്റു പലരെയും ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റു പലർക്കും അറിയാം. ആ ഒരു അവസ്ഥയിലാണ് മലയാള സിനിമ ഇന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മലയാള സിനിമയെക്കുറിച്ച് മാത്രം പറയുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിലെ സിനിമ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണമായ അറിവില്ല. എന്നാൽ തമിഴിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ സിനിമയെ അവർ ഹൃദയത്തിൽ നെഞ്ചേറ്റി നടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ആളുകൾ തിയേറ്ററിലേക്ക് എത്താറുണ്ട്. കേരളത്തിൽ അങ്ങനെയല്ല. പല ഫ്ലാറ്റുകളിലും പല ഹോസ്റ്റലുകളിലും താമസിക്കുന്നവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾക്കുള്ള ടിക്കറ്റ് ഇവിടെ എത്തും എന്ന് പറയുന്നു. ഈ ഒരു ഗതികേട് സിനിമയ്ക്കുണ്ടായതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് എന്ന് ചിന്തിക്കുക സിനിമാക്കാരും മറ്റുള്ളവരും. ഇവിടെ സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞ് ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, സംവിധായകൻ്റെ സ്വാഗത പ്രസംഗത്തിൽ ഞാൻ കേട്ടത് പ്രകാരമാണെങ്കിൽ ഇതിൽ നല്ല നർമ്മമുണ്ട്. കാരണം കഥ കേട്ടപ്പോൾ തന്നെ നിർമ്മാതാക്കൾ ചിരിച്ചു തുടങ്ങി എന്ന് പറയുമ്പോൾ നല്ല നർമ്മത്തിലായിരിക്കും. അപ്പോൾ സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൈറ്റിൽ ഇട്ടപ്പോൾ അത് താരങ്ങളെ
എന്താണ് പറയുക, ബൂസ്റ്റ് ചെയ്യുക എന്നതിലല്ല, അതിലൊരു പരിഹാസത്തിൻ്റെ ധ്വനി ഞാൻ കാണുകയാണ്. സിനിമാ താരങ്ങൾ എന്ന് പേരുമ്പോൾ താരങ്ങൾ ഒരിക്കലും പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്നതല്ല. ഇതിൻ്റെ പുറവിൽ ഒരുപാട് സ്ട്രഗിളുണ്ട്, ഡെഡിക്കേഷനുണ്ട്, അതിനോടുള്ള ആത്മാർത്ഥതയുണ്ട്. നമുക്ക് ഇന്നതായി തീരണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമേ നമ്മളായി തീരുകയുള്ളൂ. അതിനുള്ള ഭാഗ്യവും നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടാകണം. അതിൻ്റെ സിറ്റുവേഷൻസൊക്കെ അതിനനുസരിച്ച് വളർന്നു വരണം. നമ്മളോടൊപ്പം തന്നെ അതും നമ്മളോട് യാത്ര ചെയ്യണം. അങ്ങനെയൊക്കെ ഒത്തിരി കടമ്പകൾ കടക്കാനുണ്ട്. കാരണം വെച്ചാൽ ഇത് പറയാനുള്ള കാരണം 77-ലാണ് ഞാൻ ആദ്യമായി സിനിമയിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ റെയിൽവേ ജോലി കിട്ടിയിട്ട് അത് കളഞ്ഞിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അന്നത്തെ കാലത്തെ ഇന്നത്തെ കാലത്തെ മാതിരിയല്ല, വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. മദ്രാസിലായിരുന്നു സിനിമ നടക്കുന്നത്. കുറച്ച് ഡയറക്ടേഴ്സ്, കുറച്ച് പ്രൊഡ്യൂസേഴ്സ്, സുപ്രിയ, സെൻട്രൽ പിക്ചേഴ്സ്, അങ്ങനെ വളരെ കുറച്ച് പ്രൊഡ്യൂസേഴ്സും അവരുടെ ഒരു ഒത്തൊരുമയും ഒക്കെയുള്ളൊരു സിനിമ കാലഘട്ടത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അനേകം ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. തോപ്പിലാശാൻ കഴിഞ്ഞിട്ട് ഭരതേട്ടൻ, പത്മരാജൻ, ഒരുപാട് സംവിധായകരുടെ കൂടെ അവസാനം ഡെന്നീസ് ജോസഫ് വരെ എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അത്രയും കാലത്തെ എൻ്റെ അനുഭവം ഒരു നടനാകുന്നതിൻ്റെ പുറവിൽ ഒരുപാട് സ്ട്രഗിളുണ്ട്. ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊരു സിനിമാ താരമായി മാറാൻ പാടുകയില്ല. ഒരു ഡയറക്ടർ വിചാരിച്ചാലും ഒരു പ്രൊഡ്യൂസർ വിചാരിച്ചാലും അതല്ല മറ്റ് സാഹചര്യങ്ങൾ ഒത്തുവന്നാലും ഒരു പക്ഷേ ഒരു താരമാകണമെന്നില്ല. പലരും കൊഴിഞ്ഞു വീഴുന്നത് ഞാൻ കണ്ടിട്ടുള്ള, എൻ്റെ നേരിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴുള്ള പുതിയ നടനെ കുറിച്ച് തന്നെ പറയാം. ലാലൊക്കെ അതിനു വേണ്ടി എടുക്കുന്ന ഒരു എന്താ പറയുക, ആത്മാർത്ഥതയോടെ ആ ക്യാരക്ടറായി തീരാൻ വേണ്ടി എടുക്കുന്ന ഒരു ശാരീരികമായും മാനസികമായും എടുക്കുന്ന ടെൻഷൻസ് അതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ആരെയും നിഷേധിക്കാൻ പറ്റില്ല. ഇതിൽ എല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്, കോർത്തിണങ്ങി കിടക്കുകയാണ്. എല്ലാം ഒത്തുചേർന്നെങ്കിൽ മാത്രമേ ഒരു സിനിമ ഉണ്ടാവൂ, ഒരു നല്ല സിനിമ ഉണ്ടാവൂ, അത് വിജയിക്കുകയുള്ളൂ. വിജയം എന്ന് പറയുന്നത് ഒരു ഭാഗ്യം മാത്രമല്ല, അതിനൊരുപാട് ശ്രമങ്ങളുടെ പരിണിത ഫലമാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അപ്പോഴത്തെ കാലത്ത് എന്ന് പറയുന്ന ഒരു വേർതിരിവ് പോലും എനിക്ക് വളരെ ഇതായിട്ടാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ ആകാശദൂത് എന്ന പടം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ആകാശദൂത് ആദ്യത്തെ ദിവസങ്ങളിലൊന്നും ഓടിയില്ല പടം. പടത്തിൻ്റെ കഥ കേട്ടപ്പോൾ ഞാൻ, CK ജീവൻ, സുരേഷ് ബാബു ഒക്കെ പടം കേട്ടപ്പോൾ ഇത് കരഞ്ഞു, തൂവാല കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ സിനിമ പല പ്രൊഡ്യൂസേഴ്സും എടുക്കാൻ തയ്യാറായില്ല. ആ സിനിമ കഥ പറഞ്ഞപ്പോൾ പല ആക്ടേഴ്സും അഭിനയിക്കാൻ തയ്യാറായില്ല. ആ സിനിമ സൂപ്പർ ഹിറ്റായി ഓടി. ആ പ്രൊഡ്യൂസർക്ക് കണ്ടമാനം പൈസ കിട്ടി, പലരും ലൈം ലൈറ്റിലേക്ക് വന്നു, ഒക്കെ ചെയ്തു. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ആദ്യത്തെ ദിവസങ്ങൾ എനിക്കറിയാം പലരെയും നമ്മൾ തിയേറ്ററിൽ കയറ്റേണ്ടി വന്നു. ഡെന്നീസ് ജോസഫിനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പലരെയും നമ്മൾ സിനിമ തിയേറ്ററിലേക്ക് കയറ്റേണ്ടി വന്നു. പക്ഷേ ആ സിനിമ അതിൻ്റെ അർഹതപ്പെട്ട ലെവലിലേക്ക് ഉയർന്നു വന്നു. അതിന് കാരണം അതിനകത്തുണ്ടായ ചില പ്രതിഭാസങ്ങളാണ്. കാരണം ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ പ്രൊഡ്യൂസറും ഡയറക്ടറും മറ്റ് ടെക്നീഷ്യൻസും കൂടി നിന്ന് ആലോചിച്ച് അവരുടെ ഒരു ആത്മാർത്ഥത, അവരുടെ അതിനോട്ടുള്ള ഒരു എന്താ പറഞ്ഞത്, കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു പരിണിത ഫലമാണ്. എൻ്റെ ദീർഘകാല സുഹൃത്തായ ജോൺസൺ മഞ്ഞളി ഇങ്ങനൊരു സംരംഭം എന്നെ അറിയിച്ചപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമയെന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ ധാരാളം പണമുണ്ടെന്നും അദ്ദേഹം നിർമ്മാതാവായി മാറിയിരിക്കുകയാണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ സന്ദർഭത്തിൽ മറ്റൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ ആത്മകഥ പറയാനോ ജീവചരിത്രം പറയാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ സിനിമാ ബന്ധങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ മറ്റുള്ള ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയാണ് ഈശ്വരൻ കേൾക്കാൻ ധരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ജോൺസണും നിതീഷിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സിനിമയുടെ വിജയം അത്ഭുതകരമായൊരു വിജയം മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. പല പരിപാടിക്കും പൂജയ്ക്കും ഓഡിയോ ലോഞ്ചിനൊക്കെ വിളിക്കാറുമുണ്ട്. പക്ഷെ അതൊക്കെ സമയമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ. അത് അവരോടുള്ള സ്നേഹക്കുറവുകൊണ്ടൊന്നുമല്ല. പക്ഷെ അതിലുപരി ഇത്തരത്തിലുള്ള ചെറിയ സിനിമകൾ, ഒരുപാട് ആളുകൾ അഭിനയിക്കാൻ അവസരം കൊടുക്കുന്ന ചെറിയ സിനിമകളിലേക്ക് സമയം ഉണ്ടാക്കി വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
ആ സുഹൃത്തിനോട് എനിക്കും പറയാനുള്ളത് അതാണ്. ആ സുഹൃത്ത് ഇവിടെ നിന്ന് പോയി എന്ന് തോന്നുന്നു. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് നിർമ്മാതാക്കൾ അഭിനയിക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് ഡയറക്ടേഴ്സ് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി ഒരു കോമഡിയും ത്രില്ലറും ഒക്കെ ഉണ്ട് ഇതിനകത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും സിനിമ വലിയൊരു വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക മാത്രമല്ല, ജോൺസൻ്റെ കൂടെ ഈ സിനിമയുടെ അവസാനം വരെ ഞാനും ഉണ്ടാകും. പണ്ട് NF വർഗീസാണ് ആദ്യമായിട്ട് പറഞ്ഞത്, സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ചാർത്തപ്പെടുന്ന ഒരു പദവിയാണ്. അവരാരും ആവശ്യപ്പെട്ടിട്ടല്ല, അതാദ്യം കിട്ടിയത് സുരേഷ് ഗോപിക്കാണ് കമ്മീഷണറിൽ. അത് അരോമമണിയുടെ ചെലവിൽ രഞ്ജി പണിക്കർ എഴുതി, ഷാജി കൈലാസ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു കോളേജ് അങ്കണത്തിൽ ഒരുപാട് ആളുകളെ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് സുരേഷ് ഗോപി പറയുന്ന അദ്ദേഹത്തിൻ്റെ ശബ്ദ ഗാംഭീര്യത്തോടുകൂടി പറയുമ്പോൾ എല്ലാത്തിൻ്റെയും കൂട്ടായ്മ കൊണ്ടുണ്ടാക്കിയപ്പോൾ അതിന് മീഡിയ കൊടുത്ത പേരാണ് സൂപ്പർ സ്റ്റാർ. അത് കഴിഞ്ഞ് മെഗാ സ്റ്റാർ. ഈ മീഡിയ വലിയ അപകടമാണ്. ഇച്ചിരി അങ്ങോട്ട് പൊങ്ങുമ്പോഴേക്കും അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് കയറ്റും, സ്വല്പം അങ്ങോട്ട് താന്നാലോ അങ്ങേറ്റം കുടുംബത്തിൻ്റെയും തറവാടിൻ്റെയും പേര് പറഞ്ഞ് അപകീർത്തിപ്പെടുത്തുകയും ചെയ്യും. മീഡിയയുടെ സ്വഭാവം അതാണ്. ആ മീഡിയ അത് കാണാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് സിനിമയുടെ ഉള്ളറകൾ അറിയാനുള്ള ആളുകളുടെ ആഗ്രഹം. അത് ഈ സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നുണ്ട്. എൻ്റെ സിനിമയുടെ അകത്ത് എന്താണ് നടക്കുന്നത് അറിയാൻ ഈ സിനിമ കാണുന്ന എല്ലാവർക്കും സിനിമയേക്കാൾ കൂടുതൽ ഇഷ്ടം അതാണ്. അതിനകത്ത് എന്താണ് നടക്കുന്നത്, അതൊക്കെയാണല്ലോ ഇപ്പോൾ യൂട്യൂബിലും മറ്റ് ഫേസ്ബുക്കിലും ഒക്കെ ഓരോരുത്തർ പല ചരിത്രങ്ങളും പറഞ്ഞ് കാശ് വാങ്ങിക്കുന്നത്. അപ്പോൾ സിനിമയുടെ ഉള്ളറകൾ അറിയാനായിട്ട് ആദ്യമായിട്ട് ഇന്ത്യൻ സിനിമയിൽ തുടങ്ങിയത് കാഗസ് കാ ഫൂൽ എന്ന് പറയുന്ന ഗുരുദത്തിൻ്റെ സിനിമയാണ്. പിന്നീട് മലയാളത്തിലും വന്നു, ലേഖയുടെ മരണം, ഫ്ലാഷ് ബാക്ക്, മേക്കപ്പ് മാൻ, അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നു. അത് കാണാൻ ആളുകൾക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇതും ഇഷ്ടമായിരിക്കും. ഇത് മറ്റൊരു രീതിയിലേക്ക്, മറ്റൊരു തലത്തിലേക്ക്, ആളുകൾക്ക് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാത്ത തരത്തിൽ ഇതൊരു സിനിമാ താരങ്ങൾ എന്ന് പറയുന്നൊരു പടം മലയാള സിനിമയിലൊരു ചരിത്രമാകട്ടെ. ഓരോ വെള്ളിയാഴ്ച ഉച്ച കഴിയുമ്പോഴും പുതിയ പുതിയ താരങ്ങൾ സൂര്യോദയം നടക്കുകയാണ്. അതിൽ പല താരങ്ങളും സൂപ്പർ താരങ്ങളായി മാറുന്നു. സംവിധായകർ, തിരക്കഥാകൃത്തുക്കൾ, അങ്ങനെ ഒത്തിരി പേർക്ക് ഓരോ വെള്ളിയാഴ്ചകളിലും ജന്മം കൊടുക്കുകയാണ്. അവിടെയാണ് ഈ സിനിമാ താരങ്ങളുടെ പ്രസക്തി. ഞാനൊക്കെ സിനിമ ചെയ്യുമ്പോൾ സമയത്ത് സിനിമയെക്കുറിച്ചൊന്നും അറിയാതെയാണ് ആദ്യമായിട്ട് സിനിമ നിർമ്മിക്കാൻ എത്തിയത്. എൻ്റെ ആദ്യത്തെ സിനിമ ഈ പുഴയും കടന്ന് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വലിയ സൂപ്പർ ഹിറ്റായി മാറി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. മഞ്ഞളി ജോൺസൺ ഒത്തിരി കാലമായി സിനിമയുടെ പിന്നാമ്പുറങ്ങളിലുമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈത്തഴക്കവും പഴക്കവും ഒരു നല്ല സിനിമ ഇവിടെ നമുക്ക് പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ സംവിധായകന് തികഞ്ഞ കാഴ്ചപ്പാടുണ്ട്. താരങ്ങളെ ഉണ്ടാക്കുകയാണ് ഓരോ സംവിധായകരും ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, അടുത്ത ഒരു സിനിമ അധികം ആർട്ടിസ്റ്റൊന്നുമില്ലാതെ വാഴ എന്ന സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റായി മാറി. അപ്പം ഇന്ന് കാലഘട്ടം മാറിയിരിക്കുന്നു. സിനിമയ്ക്ക് നല്ല കഥകളും നല്ല സംവിധായകരെയുമാണ് ആവശ്യം. താരങ്ങൾ പ്രസക്തിയില്ലാതെ മാറിയിരിക്കുന്നു. ഇത്തരം നല്ല സിനിമകൾക്ക് വേദിയൊരുക്കിയ ജോൺസൻ്റെ ഇതിൽ നിന്ന് ഇനിയും നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയങ്ങളും അർപ്പിക്കുന്നു. സിനിമയുടെ പിന്നാമ്പുറത്തും മുന്നാമ്പുറത്തുമൊക്കെ നമ്മുടെ സപ്പോർട്ടുണ്ടായിരിക്കും. എല്ലാ നന്മകളും നേരുന്നു. വിജയം വരട്ടെ. അധികം പ്രസംഗിക്കില്ല. ഈ സിനിമ ഹിറ്റാവാൻ എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും. നന്ദി. ഡയറക്ടർ സാർ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ ചേർത്ത് പറയുന്നു. അദ്ദേഹം പറഞ്ഞു കഴിവുള്ളവർ കയറി വരും എന്ന്. പക്ഷെ ഞാൻ കണ്ട കാഴ്ച, ഇന്ന് താരങ്ങൾ എന്ന് പറയുന്ന പല താരങ്ങളെക്കാളും മികച്ച കഴിവുള്ള പലരും ഇതിനകത്തും തെരുവിലും സമൂഹത്തിലും ധാരാളം പേരുണ്ട്.
പക്ഷേ കഴിവുകൊണ്ട് മാത്രം ഒരാൾ കയറി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭാഗ്യം, സമയം, ദൈവാനുഗ്രഹം, അവൻ്റെ കഠിനമായ പരിശ്രമം, ഉറച്ച വിശ്വാസം, ഇങ്ങനെയുള്ള രീതിയിൽ മുമ്പോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നാളെ ക്യാമറയുടെ മുമ്പിൽ അല്ലെങ്കിൽ ക്യാമറയുടെ പുറകിൽ നിങ്ങളും എത്തും. ഇത് പറയാൻ കാരണം, ഞാൻ അധികം പാരമ്പര്യം അവകാശപ്പെടുന്ന കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളല്ല. ഒരു കുഞ്ഞും ഒരമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ സൂപ്പർ സ്റ്റാറുകളായോ പ്രധാനമന്ത്രിയായോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായോ ഒന്നുമായിട്ടും പുറത്തോട്ട് വരുന്നില്ല. പക്ഷേ 2 തരം കുഞ്ഞുങ്ങൾ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒന്ന്, അവരുടെ അപ്പൻ അമ്മ ഉണർത്തി വെച്ചിരിക്കുന്ന ജീനുകളുടെ ഡോമിനൻ്റ് ഫോമായിട്ടുള്ള ആ ക്യാരക്ടേഴ്സ് ഉണർന്ന ജീനുകളും കൊണ്ട് പുറത്തേക്ക് വരുന്ന കുറേ വിഭാഗം കുട്ടികൾ. എളുപ്പത്തിൽ പറഞ്ഞാൽ, ഞാൻ നല്ലൊരു അധ്യാപകനായിരുന്നു, എളുപ്പത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ലാലേട്ടൻ്റെ മകൻ അല്ലെങ്കിൽ മമ്മൂക്കയുടെ മകൻ, അവർ നിരന്തരം ഉയർത്തിയ ജീനുകൾ കിട്ടിയത് കൊണ്ട് തന്നെ വളരെ എളുപ്പം കുറച്ച് സമയം കൊണ്ട് മറ്റവർക്ക് കയറി അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് കയറിപ്പോകാൻ പറ്റും, ഫെസിലിറ്റീസുമുണ്ട്. എന്നാൽ ദിലീപ് ചേട്ടനെ പോലെയുള്ള പാരമ്പര്യം കലാരംഗത്ത് പറയാനില്ലാത്ത വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിൽ അവർ നിരന്തരമായി കഠിനമായി പരിശ്രമം ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേർന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാൻ കാരണം ഞാൻ തന്നെ അതിനൊരു എക്സാമ്പിളാണ്. എൻ്റെ അമ്മ 5ാം ക്ലാസ്സും ഗുസ്തിയും, അച്ഛൻ 2ഓ 3ഓ ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. ഞാൻ ഒന്നുമില്ലാത്തൊരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു. ഞാൻ പെട്ടെന്ന് നിർത്തിയേക്കാം. ആകെ 8 മാസം മാത്രമേ അച്ഛനുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അച്ഛൻ പോയി. അമ്മ ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റായിരുന്നു. 10ാം ക്ലാസ് വരെ 2 നിക്കറിട്ടാണ് പഠിച്ചത്. തുണിയൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ, എൻ്റെ കൂടെയുള്ളവരെല്ലാം ഭയങ്കര പഠിപ്പിസ്റ്റുകളാണ്, എനിക്ക് കൂടുതൽ കട്ടയ്ക്ക് പഠിക്കാനായി പാരമ്പര്യമായി എൻ്റെ കയ്യിലൊന്നുമില്ല. പക്ഷേ പല ഇൻസൾട്ടുകൾ, അവഗണനകൾ, പരിഹാസങ്ങൾ, പുച്ഛങ്ങൾ, ചതികൾ, വഞ്ചനകൾ ഇതെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, ആ അനുഭവങ്ങൾ ഒരു എരിയാത്ത തീനാളമായി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചാനൽ മൂടി അല്ലെങ്കിൽ ചാരം മൂടി നിങ്ങൾ അകത്തിട്ടിരിക്കണം. അതിനെ നിങ്ങൾ കത്തിക്കരുത്. കത്തിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ സ്വയം കത്തിപ്പോകും. എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അവഗണനകളും പരിഹാസങ്ങളും നിങ്ങളൊരു വിറവ് കൊള്ളി പോലെ ആക്കിക്കൊണ്ട് നിങ്ങളുടെ ആ ഉള്ളിൽ കിടക്കുന്ന കനലിനെ കെടാതെ നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ടേ ഇരിക്കണം. നിങ്ങളുടെ മുമ്പിൽ അവസരങ്ങളുണ്ടാവും. ഇനി എൻ്റെ കുടുംബത്തിൽ കലാപരിപാടിയിൽ പാരമ്പര്യമില്ലാത്തവർ ഉള്ളവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ നിറയെ പറയത്തില്ല. കാരണം എൻ്റെ അച്ഛൻ്റെ ഒരനിയൻ ഇന്ന് മലയാള സിനിമയിലെ വളരെ ഉയരമായ കസേരയിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അമ്മ പറഞ്ഞൊരു പാഠം എനിക്കറിയാം, നമ്മൾ വളർന്നുയർന്ന് അവരുടെ അടുത്ത് എത്തി അവസരങ്ങൾ ചോദിക്കുന്നതല്ലാതെ ഒരിക്കലും അവരെ ഒന്നും ശല്യപ്പെടുത്താനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ പോകരുത്. നമ്മൾക്ക് കഴിവുണ്ട്, അറിവുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കയറി വരുന്നു, പ്രയോജനമുണ്ട്, ഉപയോഗമുണ്ട് എന്ന് ഉള്ള ഒരു തോന്നൽ മറ്റുള്ളവർക്കുണ്ടായാൽ ഉറപ്പായും നമ്മളെ വിളിക്കും. ആ വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ വളരെ ഗുരുതുല്യനും പിതാവിന് തുല്യനുമായിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ സ്ഥാനത്തുള്ള എൻ്റെ ചെറിയച്ഛനാണ് സൂപ്പർ ഡയറക്ടർ ജോഷി എന്ന് പറയുന്ന സിനിമാ സംവിധായകൻ. പക്ഷേ നാളിതുവരേക്കും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയോ ചാൻസ് ചോദിച്ച് അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്യത്തുമില്ല. കഴിവുണ്ടെന്ന് തോന്നുകയാണ്, എനിക്കുണ്ടെന്ന് തോന്നുമെങ്കിൽ അദ്ദേഹം വിളിക്കുകയാണ്. അത്രയും വലിയ ഉയരങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിതീഷ് ബ്രോ പറഞ്ഞത് എന്നെ ആഡ് ചെയ്ത് ഞാൻ പറഞ്ഞതാണ്. സമയം, കലാഭവൻ മണിച്ചേട്ടൻ ഒരുപാട് കഴിവുകൾ സ്വയം ഉണ്ടാക്കിയെടുത്ത് നിരന്തര പരിശ്രമത്തിലൂടെ എത്തിയതാണ്. പക്ഷേ ഭാഗ്യം, സമയം, ദൈവാനുഗ്രഹം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ചില സമയങ്ങളിൽ ഡിപ്രഷൻസ് ഉണ്ടാകും. ഓടി നടക്കുമ്പോൾ പലപ്പോഴും ചാൻസ് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരവസരം. ആ സമയങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പം ഒന്ന് താങ്ങി നിൽക്കാൻ വേണ്ടി ചില കുപ്പികളിലോട്ടോ ചില പൊടികളിലോട്ടോ മറ്റ് ചില സാധനങ്ങളിലോ ചെന്ന് വീണ് കഴിയും. ആ വീണ് കഴിയുമ്പോൾ നമ്മുടെ സമയം ആഗതമാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കട്ടിലിൽ നിന്ന് എഴുതിച്ച് നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ സമയം വരികയാണ്. ആ വരുന്ന സമയത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിരന്തരം കഠിനമായി ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമായി തന്നെ വരും. എനിക്കെങ്ങനെ ഇവിടെ ഇതിൽ കിട്ടി? ചിലപ്പോൾ ഇരിക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും സംശയമുണ്ട് തോന്നിയിട്ടുണ്ടാകും, ഇദ്ദേഹത്തിന് എങ്ങനെ ഇവിടെ കിട്ടി, അല്ലെ ഇവനെങ്ങനെ ഇതിൽ കിട്ടി? വളരെ സിമ്പിളാണ്. ഈ ഡയറക്ടർ സാറിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല, എനിക്കറിയില്ല. ഈ പ്രൊഡ്യൂസർ സാറിനെയും എനിക്ക് നേരെ ചൊവ്വേ അറിയില്ലായിരുന്നു. ഞാൻ കുറേ ഓഡിഷൻസിന് അയച്ചുകൊണ്ടേയിരിക്കും. 6ഓളം ഓഡിഷൻസിന് അയച്ചു. പക്ഷേ പലരും എന്നെ വിളിച്ചില്ല. ഒരെണ്ണത്തിന് വിളിച്ചു, ഫിക്സ് ചെയ്തു, തരുമെന്ന് പറഞ്ഞു. പക്ഷേ ലാസ്റ്റിൽ എന്തോ കൊണ്ട് നടന്നില്ല. പക്ഷേ ഈ ഓഡിഷൻ ഒരാൾ എനിക്ക് അയച്ചു തന്നു. മലപ്പുറത്തെങ്ങാണ്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എനിക്ക് അയച്ചു തന്നു. ഞാൻ അപ്ലൈ ചെയ്തു.
ഈ ഓഡിഷന് അവർ വിളിച്ചു, ഞാനത് പെർഫോം ചെയ്തു. അങ്ങനെ അവരുടെ മുമ്പിൽ എൻ്റെ കഴിവ് തെളിയിച്ചിട്ടാണ് എന്നെ ഇതിലേക്ക് ഒരു ദിവസം നിതീഷ് സാർ വിളിക്കുന്നത്. സോ യു ആർ സെലക്റ്റഡ് രജിത് കുമാർ എന്ന് പറയുന്നത്. നമുക്ക് ധൈര്യമുണ്ടോ? ഏത് ജോലി ചെയ്യാനും നമ്മുടെ ധൈര്യവും നമ്മുടെ തൻ്റെടവും മാത്രം മതി നമുക്ക് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ. ഒരാളുടെ കൂടെ പോയി കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് വിളിച്ച് പറയുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം പ്രതികരിക്കണം. നമ്മൾ പ്രതികരിച്ചിട്ട് മുന്നോട്ട് പോയി നോക്ക്. ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും ഇനി എത്ര വർഷമാണെങ്കിലും. കാരണം എനിക്ക് ധൈര്യമുണ്ട്. ഏത് ജോലി സ്ഥലത്ത്, സിനിമാ ഫീൽഡ് ഇതിൻ്റെ കുത്തുകയല്ല. സിനിമാ ഫീൽഡിൽ ആരും കുറ്റം പറയണ്ട. ഇതുപോലെ പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈ കുഞ്ഞു കുട്ടികളെ 3 വയസ്സ് വരെ ആളെ കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നില്ലേ? ഇത് ഈ സിനിമാ ഫീൽഡിൽ മാത്രം എന്താ പ്രത്യേകത? ഒന്നുമല്ല. നമ്മളെ തിരിച്ചറിയുന്ന ആൾക്കാരെ എൻ്റെ ബ്രദറിൻ്റെ കൂടെ പോയാലും അനൂപ് പോയി വേറെ ആളാട്ടോ എന്ന് ഞാൻ പറയണ കേട്ടിട്ടുണ്ട്. എൻ്റെ ബ്രദറാണ്. അപ്പോൾ അത് ഞങ്ങൾ സിനിമാക്കാർക്കുള്ളൊരു അറിയപ്പെടുന്നതുകൊണ്ടുള്ളൊരു പ്രോബ്ലമാണ്. പക്ഷേ ഇതൊന്നുമല്ല. സിനിമ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ഒരുപാട് പേരുണ്ട്. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നപ്പോൾ ജോസേട്ടൻ്റെയൊക്കെ പടങ്ങളിൽ ഞാൻ ഒരുപാട് അഭിനയിച്ചിട്ടുള്ള ആളാണ്. അനുസാർ കലാഭവൻ അനുസാർ ഇപ്പോഴും പറയും അതിവിശാലമായ ഷോറൂം. ഞാനേ ഓർത്തില്ല ഈ ഉടുപ്പിൻ്റെ നെഞ്ചത്ത് ഇത് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ആ പടം റിലീസായി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു സീനിൽ തന്നെ ഞാൻ ഒരുപാട് പടമൊന്നും ചെയ്ത് ഭയങ്കര സ്റ്റാറൊന്നുമല്ല. ഞാൻ വളരെ കുറച്ച് പടത്തിൽ പുട്ടിൽ കുറച്ച് തേങ്ങ ഇടുന്ന പോലെ കുറച്ച് സീൻ ചെയ്ത് വന്ന ആളാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് 1 കോടി രൂപ ലോട്ടറി അടിച്ചാൽ പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് എവിടെ ചെന്നാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് അവിടെ ഒരു പ്രയോറിറ്റി കിട്ടുന്നത് സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളിൽ എനിക്ക് അതിനുള്ള ബഹുമാനം കിട്ടാറുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറേ പേര് പറഞ്ഞു നടക്കുന്നുണ്ട്. അതൊന്നും കറക്റ്റായിട്ട് ഒരു കാര്യവും സത്യാവസ്ഥയല്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വാതിലിൻ്റെ കുറ്റിയിരിക്കുന്ന എൻ്റെ അകത്താണ്. അത് തുറക്കണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അത് തുറന്നുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾക്ക് അഭിനയിക്കാൻ കഴിവുണ്ടോ, ജനങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ, നമുക്ക് തീർച്ചയായിട്ടും അവസരങ്ങൾ കിട്ടും. നമ്മൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക തന്നെ ചെയ്യും. അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അഭിമാനത്തോടുകൂടി തന്നെ ഞാൻ പറയും. പ്രിയങ്ക പറഞ്ഞതുപോലെ ഈ സിനിമ ഫീൽഡിന് അതാണ് എനിക്കും പറയാനുള്ളത്. ഈ ഒന്നടങ്കം എല്ലാവരും കൂടെ ചേർന്ന് ഇപ്പോൾ ഈ പറഞ്ഞ് കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ മാറണം. അത് മാറും. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, മാറും. നമ്മളെല്ലാം ഇത്രയും വർഷം 10-30 വർഷമായി ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നതും അത് ചിലർ എന്താ പറയുക, അതെല്ലായിടവും ഉള്ളതുപോലെ ചില കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നതിനെ മൊത്തത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഇൻഡസ്ട്രി മുഴുവനായിട്ട് എല്ലാവരും മായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരിത് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഈ പറഞ്ഞ കുറച്ച് സമയമെടുക്കും. പക്ഷെ അത് മാറിയിരിക്കും, ഉറപ്പാണ്. ഞങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇനിയും ഇവിടെ തന്നെ നിന്നുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ ഈ പൂജയെക്കുറിച്ച് ജോൺസേട്ടൻ എനിക്ക് തോന്നുന്നു ഒരു 21-30 വർഷമായിട്ടുണ്ടാവും. ഞാൻ അഭിനയത്തിലേക്ക് വന്ന സമയം ആദ്യം ചെന്നൈയിലായിരുന്നു എൻ്റെ അഭിനയ തുടക്കം. മധുമോഹൻ സാറിൻ്റെ അവിടെ ദൂരദർശനായിരുന്നു അന്ന് ആ സമയത്ത്. അതിനുശേഷം എന്നെ കേരളത്തിലേക്ക്, അതായത് ഏഷ്യാനെറ്റിലേക്ക് എന്നെ പരിചയപ്പെടുന്നത് ജോൺസൺ ചേട്ടനാണ്. സമയം എന്ന സീരിയലിൽ അതിലൊരു കുറച്ച് എപ്പിസോഡിൽ മാത്രം വന്നൊരു ക്യാരക്ടറായിരുന്നു. സന്തോഷ് ചേട്ടൻ്റെ സിസ്റ്ററായിട്ട് അത് ആത്മഹത്യ ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. ഞാൻ ചെന്നൈ നിൽക്കുമ്പോഴാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് കുറച്ച് വളരെ നോട്ടബിളാണ്, യമുന വന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് ഞാൻ ചെയ്തു. പക്ഷെ പിന്നീട് തുടർന്ന് യന്ത്ര മീഡിയ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയിൽ എനിക്ക് തോന്നുന്നു ഒരു 4.5 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു. സ്ത്രീ, സമയം, സംഗമം, അങ്ങനെ നിരവധി. ജോൺസേട്ടൻ അന്ന് ഓൾ ഇൻ ഓൾ ആണ് യന്ത്രയിൽ. അന്ന് മുതലുള്ളൊരു ബന്ധമാണ് എൻ്റെ ഫാമിലിയുമായിട്ട്, എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരുമായിട്ട് അന്ന് തുടങ്ങിയ ഒരു കുടുംബ ബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ ജോൺസേട്ടനുമായിട്ടുള്ളത്. വല്ലപ്പോഴും വിളിക്കും. ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ മാറിയുന്ന കുറച്ച് വർഷങ്ങളുണ്ട്. അപ്പോഴും ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കാറുണ്ട്, എന്തുണ്ട് എങ്ങനെ വിശേഷം, എല്ലാവരും സുഖമായിരിക്കുന്നു എന്നൊക്കെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5 വർഷത്തിന് മുന്നേ ആണ് ജോൺസേട്ടൻ ഇങ്ങനൊരു പ്രൊഡക്ഷൻ കമ്പനി ഓപ്പൺ ചെയ്യണം, ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുകയും അത് പല തവണകളായി ഇങ്ങനെ സംസാരിച്ച് ഇന്നതൊരു ജോൺസേട്ടൻ്റെ ആ സ്വപ്നം ഇന്ന് ശരിക്കും സഫലീകരിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഇത്രയും വലിയൊരു ഹ്യൂജ് ഓഡിയൻസും ഇത്രയും സിനിമയിൽ ഇത്രയും പ്രഗത്ഭരായ വ്യക്തികൾ, ഡയറക്ടേഴ്സ്, ക്യാമറാമാൻ, ഇവർ എല്ലാവരും പഴയ ആൾക്കാരെല്ലാം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. ഉൽപ്പലേട്ടനൊക്കെ എനിക്ക് തോന്നുന്നു കുറേ വർഷത്തിന് ശേഷം ഞാനിപ്പോൾ കാണുന്ന സിനിമ വർഷങ്ങൾക്ക് മുമ്പേ ചെയ്യുമ്പോൾ ഉൽപ്പലേട്ടനുമായിട്ടൊക്കെ വളരെ നല്ല സൗഹൃദമായിരുന്നു. പലരും വേണുചേട്ടൻ, കണ്ണൻ ചേട്ടൻ മനസ്സിലായോ? എന്നെ കണ്ടിട്ട് കണ്ണൻ ചേട്ടൻ മനസ്സിലായില്ല അല്ലേ? അതാണ് ഇപ്പോഴാണ് മനസ്സിലായ. അങ്ങനെ എല്ലാവരും അങ്ങനെ ജോസേട്ടൻ എല്ലാവരും. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം. ഒരുപാട് വർഷത്തിന് ശേഷം ഇവരെയൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞതിലും നമ്മളിപ്പോഴും ഇവിടെ ഇതുപോലൊക്കെ ഉണ്ട്.
അപ്പോൾ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. ജോൺസേട്ടൻ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു അറിവ് വെച്ച് ഒരു 5 വർഷം കൊണ്ട് ഈ സിനിമയുടെ പുറകിലാണ്, ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഓപ്പണിങ്ങിൻ്റെ പുറകിലാണ്. ഓരോ സമയം ഓരോ സ്റ്റേജ് വരുമ്പോഴും വിളിച്ച് യൗന ഇതിങ്ങനെ ആയിട്ടുണ്ട്, ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ജോൺസേട്ടൻ്റെ ആ സ്വപ്നത്തിൻ്റെ പുറകിൽ ജോൺസേട്ടൻ എന്താ പറയുക ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോയത് തന്നെയാണ് ഇന്ന് ഇത്രയും വലിയൊരു ഫംഗ്ഷൻ ഇവിടെ നടത്താൻ പറ്റിയത്. അതുപോലെ നിതീഷ് ഇതിന് മുന്നേ സിനിമകൾ ചെയ്തു, എന്നെ 1-2 പടത്തിൽ വിളിച്ചു, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്കറിയാം നല്ല ഒരുപാട് കഴിവുള്ളൊരു സംവിധായകനാണ്, യുവ സംവിധായകനാണ്. ഇതൊരു വലിയൊരു പ്രോജക്റ്റായി മാറും എന്ന് തന്നെയാണ് എനിക്ക് ഇന്നിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഇൻഡ്യൂഷൻ എനിക്ക് തോന്നിയത്. വലിയൊരു പ്രോജക്റ്റായി മാറും തന്നെയാണ്. അങ്ങനെ മാറട്ടെ. എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന താരങ്ങൾ, ഈ ഒരു പ്രോജക്റ്റിന്, ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് എല്ലാവിധ ആശംസകളും എല്ലാ പ്രാർത്ഥനയും. നടക്കുന്നില്ല. അപ്പോൾ എന്തായാലും വേദിയിലിരിക്കുന്നവരെല്ലാം എൻ്റെ ഗുരുസ്ഥാനീയരാണ്. കാരണം വർഷങ്ങളുടെ എക്സ്പീരിയൻസും അറിവും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ ഞാൻ വളരെ ചുരുങ്ങിയ കാലം എൻ്റെ ഒരു അറിവിലൊരു 4 വർഷമായിട്ടുള്ളൂ സിനിമാ മേഖലയുടെ ഭാഗമായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോഴും സിനിമ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്ന ഒരാളാണ്. അപ്പം എനിക്ക് എൻ്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരോടും, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്ന പലരോടും ഞാൻ പറയുന്നൊരു കാര്യമാണ്, എന്നെപ്പോലെ അതിയായി നിങ്ങളൊരു വിഷയത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിയായി ഒരു അവസരത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുക. ആ പരിശ്രമത്തിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരിക്കൽ കിട്ടും. ദൈവം അത് കാത്തുവെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ശ്രമത്തിൻ്റെയൊക്കെ ഫലമാണ് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെയും ഭാഗമായിട്ട് ഇവിടെ നിൽക്കാനും ഈ വേദിയിൽ സംസാരിക്കാനും ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ഇനിയും നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ ഈ സിനിമയ്ക്ക് ശേഷം നമ്മൾ 100 ദിവസം സക്സസ് ആയിട്ട് ഈ സിനിമ തിയേറ്ററിൽ ഓടിയതിന് ശേഷം അത് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒത്തുകൂടും. ആ അവസരത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒന്നും കൂടി കാണും. അങ്ങനെ ഒരു സാധ്യത കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം കൂടി നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോൾ എന്തായാലും ഈ സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അപ്പോൾ എന്തായാലും വലിയൊരു വിജയമായി ഈ സിനിമ തീരട്ടെ. എന്തായാലും എന്നെ ഇതിലേക്ക് സ്വാഗതം ചെയ്ത, അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്ത നിതീഷ് ചേട്ടനും ജോൺസൺ ചേട്ടനൊക്കെ ഒരു വലിയ ഹൃദയത്തിൽ നിന്നൊരു വലിയ നന്ദി അറിയിക്കുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. നിൽക്കുന്നതിൽ ഞാനൊരു 10-40 വർഷം ആയിട്ട് അറിയുന്ന എൻ്റെ സുഹൃത്തും എൻ്റെ ഒരു സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ജോൺസണായിട്ടുള്ള ബന്ധം യന്ത്ര മീഡിയയിലെ ജോൺസൺ അന്ന് പ്രൊഡക്ഷൻ മാനേജറായിരുന്നു. അന്ന് സ്ത്രീ, സമയം ഇങ്ങനെയുള്ള മെഗാ സീരിയൽസിന് അതിനകത്തെല്ലാം ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് മുതലുള്ള നല്ലൊരു സുഹൃത്ത് ബന്ധമാണ്. ജോൺസൺ എടുക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ അത് നല്ലൊരു സിനിമ ആകാനുള്ള സാധ്യതകളുണ്ട്. ഞാനിന്ന് ജോൺസൺ എനിക്കിത് അയച്ചു തന്നപ്പോഴേ ഈ പോസ്റ്റർ ഞാൻ എൻ്റെ സ്റ്റാറ്റസിലിട്ടു. പലവരും എന്നെ വിളിച്ചു ചോദിച്ചു, സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഹേമ കമ്മീഷനെ കുറിച്ച് വല്ലതും ആണോ? ഇപ്പോൾ സിനിമാ താരങ്ങൾ എന്ന് പറയുമ്പോൾ ഉടനെ ആൾക്കാരെ മനസ്സിൽ വരുന്ന അതാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ കഥയെക്കുറിച്ചൊന്നും അറിയില്ല. എനിവേ സിനിമയിൽ നടക്കുന്ന സിനിമയാണ് എന്നെനിക്കറിയാം. എനിവേ ഇതിൻ്റെ ഡയറക്ടർ നിതീഷും നല്ലൊരു ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഈ സിനിമ എടുക്കാൻ വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ക്യാമറാമാൻ ഉപ്തൽ, അദ്ദേഹവും നല്ല ഒരു ടെക്നീഷ്യനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല കൂട്ടായ്മ ചേർന്ന് എല്ലാവരും കൂടി ഒരു നല്ല സിനിമയായി തീരട്ടെ. ഇവിടെ ഇരിക്കുന്ന പലരും പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊണ്ടും ഇരിക്കുന്നുണ്ട് അഭിനയിക്കാനുള്ള. അവർക്കും എല്ലാം നല്ല സാഹചര്യങ്ങളും സന്ദർഭങ്ങളും കിട്ടട്ടെ. ഈ സിനിമ ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിതീഷിൻ്റെ ആസ്പെക്റ്റ് ആൻഡ് കോൺസെപ്റ്റ് തന്നെയാണ് എനിക്കുമുള്ളത്. ഞാൻ ഒരിക്കലും സ്റ്റാർഡത്തിൻ്റെ പുറകെ പോകുന്ന ആളല്ല. ഞാൻ കഥയാണ് സൂപ്പർ താരം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനങ്ങനെ എഴുതിയിട്ടുള്ള എല്ലാ സിനിമകളും തന്നെ ഒരു 90% സിനിമകളും ഹിറ്റായി വന്നിട്ടുള്ളതിന് കാരണവും അത് തന്നെയാണ്. കഥയാണ്, തിരക്കഥാകൃത്താണ് സിനിമയുടെ എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് കഴിഞ്ഞിട്ടാണ് സംവിധായകൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ പറഞ്ഞ താരങ്ങളെല്ലാം ഇന്ന് ഞെളിഞ്ഞ് തിരിഞ്ഞ് നമ്മുടെ മുഖത്തേക്ക് നോക്കുന്ന ഒരുപാട് പേര് കയറിപ്പോയ ഒരു തോളാണ് ഇത്. ആ തോളിന് ഇപ്പോഴും ഒരു വേദനയുണ്ട്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ സൃഷ്ടിക്കുന്നത് സംശയമില്ല തിരക്കഥാകൃത്തും സംവിധായകനുമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഇവിടെ മാറിയിരിക്കുന്ന ഈ കുട്ടികൾ, അവരെ നിങ്ങൾ നിസ്സാരമായി ഒരിക്കലും കാണരുത്. ഞാൻ ആരെയും അങ്ങനെ നിസ്സാരമായി കാണുന്ന ഒരാളല്ല. ഹരിശ്രീ അശോകനും ദിലീപും ഒക്കെ അതിനൊരു തെളിവാണ്. അന്നത്തെ കാലത്ത് ഞാൻ ദിലീപിനോട് പറഞ്ഞിരുന്നു, ദിലീപേ നീ ഇപ്പോൾ ഭാവിയിൽ ഞാൻ ഡേറ്റൊക്കെ ചോദിക്കുമ്പോൾ അത് പ്രിയദർശൻ വിളിച്ചിരുന്നു, മറ്റേ സിബി മലയിൽ പറഞ്ഞിരിക്കുന്നു, പറയാം. അയ്യോ അങ്ങനെയൊക്കെ പറയില്ല, അങ്ങനെയൊക്കെ ചെയ്യോ എന്ന് ചോദിച്ച ആളാണ് ദിലീപ്. എന്ന് പറയുന്ന പോലെ ഇവരെ നിങ്ങൾ വില വെക്കണം. ഇവരെ ഇങ്ങനെ മാറിയിരിക്കുന്നു എന്ന് കരുതി വില വെക്കാതിരിക്കരുത്. ഭാവിയിലെ താരങ്ങളായിരിക്കാം അവർ. അതും ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജോൺസൺ മഞ്ഞാലിയുടെ
സിനിമാ താരങ്ങളെ കണ്ടെത്താനായിട്ടും നിങ്ങളുടെ എല്ലാവരുടെ സഹകരണങ്ങളും സഹായങ്ങളും നിങ്ങളുടെ എല്ലാവരും നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നന്ദി. ഇത് ജോൺസൺ ചേട്ടൻ്റെ ഒരു പടമാണെന്ന് നമുക്കറിയാമല്ലോ. ഒരു പ്രൊഡ്യൂസറാണെന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ജോൺസൺ ചേട്ടന് നമ്മുടെ ഒരു നല്ലൊരു സുഹൃത്താണ്. അപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും വിളിക്കും. അങ്ങനെയാണ് ഞാനും വന്നത് ഇവിടെ. ജോൺസൺ ചേട്ടന് അവർ പടം ചെയ്ത് നല്ലൊരു ഹിറ്റ് പടമാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല ഈ സിനിമയുടെ പേര് തന്നെ ഒരു സിനിമാ താരങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം ഒത്തിരി ആർട്ടിസ്റ്റിനകത്ത് പങ്കെടുക്കാൻ സാധ്യത ഉള്ളതാണ്, ഒരുപാട് അറിയപ്പെടുന്ന ആർട്ടിസ്റ്റ്. എത്ര വന്നാലും നല്ലൊരു പടമായിരിക്കട്ടെ, അത് വലിയൊരു ഹിറ്റാകട്ടെ. ജോൺസൺ ചേട്ടൻ അങ്ങനെ നല്ല ഇതാകട്ടെ. നന്ദി, നമസ്കാരം. നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ ഒരു ഭയങ്കര സന്തോഷം. ഇത്രയും ലെജൻസിൻ്റെ കൂടെ ഈ കോളേജിൻ്റെ ഈ വേദിയിൽ ഈ സ്റ്റേജിൽ എനിക്ക് ഇരിക്കാൻ പറ്റി. അതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു നിതീഷ് ചേട്ടനോട്. പിന്നെ നിതീഷ് ചേട്ടൻ്റെ ഈ ഒരു പ്രോജക്റ്റ്, പ്രീവിയസ് പ്രോജക്റ്റ് അല്ലേ, നമ്മളൊരു 2 years ആയി എക്സ്പെരിമെൻറ്റ് 5 ചെയ്തിട്ട്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അതിലൊരു ത്രൂ ഔട്ട് വേഷം ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അത് വലിയൊരു സന്തോഷം. ആഫ്റ്റർ ഇതൊരു കുറച്ച് എന്താ പറയുക, ജോൺസൺ ചേട്ടനെ ഞാൻ ഫേസ്ബുക്ക് വഴിയൊക്കെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കാണുന്ന എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പം എല്ലാവർക്കും വിശപ്പിൻ്റെ ഉൾവിളികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് എനിക്കറിയാം, ഒരുപാടൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രോജക്റ്റ് ഒരു നല്ലൊരു സക്സസ്ഫുൾ ആവട്ടെ. സിനിമയെ സ്നേഹിക്കുന്ന, സിനിമയെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. നിതീഷ് ചേട്ടൻ്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഉണ്ടോ? ചോദിച്ചെന്നേ ഉള്ളൂ. ഒരു നിങ്ങളെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഒരു എന്താ പറയുക, അതെ, നമ്മളില്ലാതെ എന്താ ആഘോഷം എന്ന് പറഞ്ഞ പോലെ. ഫൈൻ. എനിവേ, ഇതിൽ പിന്നെ എന്താ പറയുക, ഇതിൻ്റെ പ്രൊഡക്ഷൻ തൊട്ട് ഒരു എന്താ പറയുക, നമ്മുടെ പ്രൊഡക്ഷൻ എല്ലാ അർത്ഥത്തിലും എത്തിയ എല്ലാവർക്കും എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ഒരു സിനിമ എത്തിച്ച് അതൊരു തിയേറ്ററിൽ എത്തിച്ച് എന്താ പറയുക, തിയേറ്ററിൽ നമ്മുടെ മുമ്പിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല. പിന്നെ നിങ്ങൾക്ക് യൂട്യൂബേഴ്സിന് അവിടെ കുത്തിയിരുന്ന് ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്ത് വേണം പറയാം, കുറ്റം പറയാം, അത് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം. ഞാൻ ഒരിക്കലും അതിന് ഒരു കമൻസ് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ സിനിമയ്ക്കുള്ളിലുള്ള യഥാർത്ഥ സത്യം എന്താണെന്നായിരിക്കും നിതീഷേട്ടൻ നമുക്ക് കാണിച്ചു തരാൻ പോണത്. സോ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നിതീഷേട്ടനും ജോൺസൺ മഞ്ഞളിക്കും ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ടീം ആൻഡ് കാസ്റ്റ് ആൻഡ് ക്രൂ. താങ്ക് യു സോ മച്ച്. ഒരു വട്ടം കൂടി എൻ്റെ നായികനും ഇതിൽ എൻ്റെ മകനും ഒരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ ഒന്നുകൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി വൈകി വന്നവരുണ്ടെങ്കിൽ പരിചയപ്പെടുത്താണ്. 3 പേരൊന്നും മുമ്പിലോട്ട് വന്നാൽ നന്നായി. മക്കളെ വാ, മുമ്പോട്ട് വന്നു. നടുക്ക് നിൽക്കുന്നത് ശ്യാംചന്ദ്രൻ, അപ്പുറത്ത് കണ്ണാടി വെച്ച് മുടിയൊക്കെ നിൽക്കുന്ന എൻ്റെ മകനാണ്. പിന്നെ ആരാധ്യ, പിന്നെ സംവിധായകൻ. അപ്പോൾ ഇവരൊക്കെയാണ്. ഇതിലും വരാത്ത ആൾക്കാർ കുറച്ച് പേരുണ്ട്. അവരെ വരുന്ന അടുത്തൊരു അവസരത്തിൽ നമ്മൾ പരിചയപ്പെടുത്താം. സിനിമക്കാർക്ക് ഗുണമുള്ളൊരു കഥ തന്നെയാണ് നമ്മളുടെ. അതിലൂടെ കുറേ പുതിയ ആളുകൾക്ക് ഇതിൽ അവസരമുണ്ട്. അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് വൈകിയ നേരത്തുകൊണ്ട് പറയാനല്ല. അപ്പോൾ എല്ലാവരും സഹകരിക്കുക.